ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പൊന്നൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളൊരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഷോപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സ്കൂൾ ഷോപ്പിങ്ങിനാണ് വന്നത് കേട്ടോ. സ്കൂൾ തുറന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഷോപ്പ് ചെയ്യണത്. അപ്പോൾ ഇതേ ബാഗിൻ്റെ അടുത്താണ് ആദ്യം പോയത്. ബാഗ് അവന് സ്പൈഡർമാൻ്റെ തന്നെ വേണം പറഞ്ഞിട്ട് അത് നോക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞങ്ങളാണ് നോക്കണത്, അവൻ ടോയ്സ് ആണ് കേട്ടോ തിരയണത്. അത് കഴിഞ്ഞ് ഇതേ കൊട വേണം പറഞ്ഞു അത് വിസിലൊക്കെ ഊതി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതൊക്കെ തുറക്കാനും അടക്കാനും പറ്റാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ വന്നിട്ട് അത് അടച്ചു കൊടുക്കുന്നത്. പിന്നെന്താ ബോട്ടിൽ വേണം പറഞ്ഞു ബോട്ടിലിന്റെ ഭാഗത്ത് പോയി. അത് കളർ കണ്ടപ്പോൾ അവൻ ഏതാ എടുക്കണ്ടെന്ന് അവൻ തന്നെ അറിയണില്ല കേട്ടോ. പിന്നെ റെഡ് കളർ ബോട്ടിൽ എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് നമ്മുടെ റബ്ബർ, കട്ടർ, സ്കെയില്, പ്ലാസ്റ്റർ, ഗം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ട്, ആ ഭാഗത്തേക്ക് പോയി. അപ്പൊ പാക്ക് ചെയ്തിട്ടുള്ളതും ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ എടുത്തില്ല. ഞങ്ങൾ 5 കട്ടർ, 5 റബ്ബർ, ഒരു 2-3 സ്കെയില് അങ്ങനെ ആയിട്ട് 2-3 പെൻസിൽ അങ്ങനെ എടുത്തത്. കാരണം ഒരുപാട് കണ്ട ഒരാഴ്ചക്കുള്ളിൽ അവൻ തീർക്കും കേട്ടോ. ഈ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റബ്ബർ കാണാല്ല, കട്ടർ കാണാല്ല, പെൻസിൽ കാണാല്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ പാടില്ല, കുട്ടികളാണെന്ന് പ്രത്യേകം പറയാറുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു 5 എണ്ണെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെക്കണല്ലോ. പിന്നെ അത് അവന് പെൻസിലിന്റെ തന്നെ വേറെ മോഡലൊക്കെ ടോയ്സ് ഉള്ള ഒരു പെൻസിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് തിരയാണ് കേട്ടോ. അവന്റെ ഫ്രണ്ട്സുകളുടെ അടുത്ത് കണ്ടു പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിരിക്കണം. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ ഷോപ്പിങ്ങിന് വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നോട്ട്ബുക്കിന്റെ ഭാഗത്ത് എത്തിട്ടോ. നോട്ട്ബുക്ക് വേണം പറഞ്ഞിട്ട്. അപ്പൊ ഏതൊക്കെ വരയിട്ടതും വരയിടാത്തതും 2 ലൈനും 4 ലൈനൊക്കെ വാങ്ങിച്ചു കേട്ടോ. അടുക്കി വെച്ചിരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോഴേക്കും ഇതാ അതിന്റെ ഇടയിൽ ഒരു ഫയല് ഞങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അതൊന്ന് വാങ്ങിച്ചു. പിന്നെ അതിന്റെ ഇടയിൽ ആ അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് അവൻ എന്തോ പറഞ്ഞു. അപ്പൊ അത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പിന്നാലെ പോയി നോക്കാണ് കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് നെയിം സ്ലിപ്പിന്റെ കാര്യം. അതെ, അവിടെ ചെന്നിട്ട് സ്പൈഡർമാന്റെ തന്നെ വേണം പറഞ്ഞിട്ട് അതും തിരയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണ് ടോയ്സിലേക്കാണെന്ന് പറഞ്ഞല്ലോ, ഒരു കാർ എടുത്തിട്ട് വന്നു. പക്ഷെ ഇത് സാധാ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, വില കൂടിയ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ അതിനനുസരിച്ച് അതിന് ക്വാളിറ്റി ഉണ്ടാവും, വില ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും മുഖം മാറിയത് പിന്നെയും അവിടേക്ക് തന്നെ പോയിട്ടാ. അപ്പൊ ഞാൻ വിളിച്ചപ്പോ പതുക്കെ തലക്കെ മാന്തിയിട്ട് അങ്ങനെ വരികയാണ്. അപ്പോഴും മുഖമൊക്കെ മാറി ദേഷ്യത്തോടെ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ബില്ലൊക്കെ പേ ചെയ്തു. നമ്മൾ ഒരുപാട് സാധനം വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും അവർ കുറച്ച് തരും കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ സ്കൂബിയുടെ ബാഗിന്റെ കൂടെ ഈ ഒരു ടോയ്സ് കിട്ടിയപ്പോൾ അവന് ഹാപ്പി ആയിട്ടോ. പിന്നെ വേറൊരു നെയിം സ്ലിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വിസ്താരമായ ഒരു ഷോപ്പാണ് കേട്ടോ. അതിന്റെ ഇടയിൽ കൊടൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇറങ്ങിയപ്പോൾ അവന് പറഞ്ഞു വിശക്കണമെന്ന്. അവന് മാത്രമല്ല ഞങ്ങൾക്ക് വിശക്കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ NMR ബിരിയാണി റെസ്റ്റോറന്റ്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയിട്ടോ. ഞങ്ങൾ പുറത്ത് പോയ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. പൊന്നൂസിനും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ അത് ചിക്കൻ ബിരിയാണി പറഞ്ഞു. പിന്നെ നമ്മുടെ ചിക്കൻ ചില്ലിയും പറഞ്ഞു കേട്ടോ. അതിന്റെ ഇടയിൽ പൊന്നൂസ് ഇത് എന്തൊക്കെയോ ഒപ്പിക്കണ്ടായിരുന്നു. പിന്നെ പ്ലേറ്റിന്റെ ആകൃതിയിൽ ആ വാഴയില കീറിയത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ടുണ്ട് കാണാൻ. ഇത് ബിരിയാണി വന്നപ്പോഴേക്കും അവന് ലെഗ് പീസ് എടുത്ത് വലിക്കുകയാണ് കേട്ടോ. അപ്പൊ കഴിക്കണതിന്റെ ഇടയിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ NMR ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കായച്ചാറും സാലഡും ചിക്കൻ ചില്ലി അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് കൈയൊക്കെ കഴുകി ഞങ്ങളിതാ പുറത്തിറങ്ങി കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.